പോരുത്. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇല്ലാത്ത ഭ്രാന്തങ്ങളെ മുഴുവൻ കളിക്കുന്നവളാ. അതിന്റെ ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഒടുക്ക നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇവള് പറയാ അവളുടെ ഭർത്താവിന് വട്ടാണെന്ന്. അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാട്ടുകാരുന്ന് സുധാകരേട്ടനെ തല്ലി ചതച്ചേനെ. രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കളവ് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ എല്ലാവരുടെ ദേഹത്ത് ഇങ്ങനെ ചാടി വീഴുന്നേ? സുധാകരേട്ടന് എന്താ പറ്റിയേ? എനിക്ക് വട്ടാ. എന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ നിന്നെ കുറെ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക. നിനക്ക് വട്ട് തന്നെയാ, മുഴുവട്ട്. അല്ലാണ്ട് പിന്നെ സാർ, ഒന്നും പറയണ്ട. പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹൃദയകുമാരിയുടെ കാര്യം ഒന്ന് തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വല്പം വിട്ടു നിൽക്കുകയായിരുന്നു. ഏറി വന്നാൽ ഇനി ഒരാഴ്ച, അതോടെ അവളെ ഡിം. വേണ്ട, ഒരു ഡിമ്മും വേണ്ട. അവള് പാവ, അവളെ കൊല്ലണ്ട. അവളെ രക്ഷിക്കാൻ ശ്രമിച്ച് എനിക്കിപ്പോ വട്ടായി. ഒരു കാര്യം ചെയ്യൂ, ദയവ് ഇത് എന്നെ ഒന്ന് കൊന്നു തരുവോ? ഒരു കാര്യം ചെയ്യല, അവൾക്ക് പകരം നമുക്ക് വേറൊരാള് വേണം. അവളെ ഒരാണേ. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചിട്ടില്ലേ? ഇവരെയും നമുക്ക് സഹായിക്കാം. ഒന്നുമില്ലെങ്കിലും ആ പെണ്ണ് രക്ഷപ്പെടുമല്ലോ. അതെ, അവളെ രക്ഷപ്പെടണം. രക്ഷപ്പെടുത്താം. പക്ഷെ ഒരു കാര്യം, കൊല്ലുന്നതിനുള്ളതുപോലെ രക്ഷപ്പെടുത്തുന്നതിനും നമുക്കൊരു ഫീസുണ്ട്. ഒരു അഡീഷണൽ 25,000 എന്താ ഉണ്ടാവും. എന്ത് വേണമെങ്കിലും തരാം, പക്ഷെ അവളെ കൊല്ലരുത്. ഇല്ല, കൊല്ല മാട്ടെ. നീങ്ക നിമ്മടിയാ പോങ്കോ. പോങ്കോ. ഇവന് വട്ടാണെന്നാ തോന്നുന്നേ. വിവരം കിട്ട സാധനം. 25,000 നമുക്ക് തന്നു, പിന്നെ 25 എടുക്കാൻ വേണ്ടി പോയിരിക്കുക. വട്ടൻ. ഞാൻ പകുതി അടച്ചു പിടിച്ച കണ്ണില അവൻ പകുതി വരേണ്ടത്. ഹൃദയകുമാരിയെ പോയിട്ട് ഒരു ഈച്ചയെ പോലും നമ്മൾ കൊല്ലാൻ പോണില്ല. കാശുണ്ടാക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ പറ്റിക്കാതെ ഇക്കാലത്ത് എങ്ങനെയാണ് ആര് കാശുണ്ടാക്കുന്നത്? എടോ, എന്നെ കൊണ്ടോ തന്നെ കൊണ്ടോ ടാറ്റയോ ബിർലയോ ഒന്നും ആകാൻ പറ്റില്ല. പിന്നെ കാശുണ്ടാക്കാൻ ഇതാ മാർഗം. എങ്ങനെയെങ്കിലും ആ വായി നോക്കിയേ വരട്ടി ഇനിയും കാശ് തട്ടണം. കിട്ടാവുന്നിടത്തോളെങ്കിൽ പോരട്ടെ. അതല്ല ഇവരെ ആ വെള്ളയിച്ചാമി, അതല്ല ഇവരെ ആ വെള്ളയിച്ചാമി, അതല്ല ഇവരെ ആ വെള്ളയിച്ചാമി, ആ ജിങ്കി ജിക്ക, ആ ജിങ്കി ജിക്കി, അതല്ല ഇവരെ ആ വെള്ള. എന്തൊക്കെ ഭ്രാന്ത സുധാകരായി കാണിക്കണേ? എണീക്കൂ. എന്താണ്ടായെന്ന് പറയൂ. ഞാൻ അനുഭവിച്ചത് മുഴുവൻ അറിയാവുന്ന ഒരാളായതുകൊണ്ട് പറയാ. എന്നെ സഹായിക്കണം, രക്ഷിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു, തിരുത്താൻ കഴിയാത്ത തെറ്റ്. സുധാകര, ഹൃദയത്തെ രക്ഷിക്കാനുള്ള പരക്കമ്പാച്ചിൽ കണ്ട് എനിക്ക് വട്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഹൃദയത്തോടെ എല്ലാം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചെന്ന് ഞാൻ അവളോട് എങ്ങനെ പറയും? ചേട്ടൻ എന്നെ സഹായിക്കണം, എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. സുധാകരൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കാം. എങ്ങനെ ആ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കും. മറ്റേ പാർട്ടി സിന്ധിന് വരുന്ന ലക്ഷണമില്ല. ശവം എന്തോ എനിക്ക് ഇനി ഞാൻ എഴുത്തിടുമ്പോ വന്നാ മതി. ശരി, പൊക്കോ. ആന്റണി, അന്റെ സുധാകരൻ പണം കൊണ്ടുവരുമാ? കൊണ്ടുവരാതെ പിന്നെ എവിടെ പോവാനാ? കൊണ്ടുവരും. എന്റെ റീഡിംഗ് ഒരിക്കലും തെറ്റാറില്ല ചാമി. പണം കിട്ടിയാൽ അടുത്ത നിമിഷം നമ്മൾ സ്ഥലം വിടും. അടുത്ത കളി തെങ്കാശി അല്ലേനാ ബാംബെ. ഒളിഞ്ഞോടാ. അടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിടിച്ചു നിൽക്കാം. ഒറ്റയ്ക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? കൂടുതൽ കളി വേണ്ട. 14 കൊലപാതകം ചെയ്തിട്ടുള്ള തീവ്രവാദിയാണ് ഞാൻ.
പൂച്ചടാണ് മുതലാളി എനിക്ക് ഒറ്റ അനുഭവം തരണം ഞാൻ ഒന്ന് പൂച്ചടാങ്ങട് ഞാനേ രക്ഷപ്പെട്ടു ഞാനല്ലടോ മുതലാളി എനിക്കൊരാഗ്രഹം ഞാനിവനെ ഡീസൽ വന്നാൽ ഇളക്കണ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ്. ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കെങ്കിലും തയ്യാറാവണം. പ്ലീസ് പ്ലീസ് എല്ലാവരും വിട്ടുകൊണ്ടാണ് ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാം. ഇനി സമയം വൈകിട്ടില്ല. ഞാൻ ഒത്തുതീർപ്പിന് തയ്യാറാണ്. സത്യം പഞ്ചര പഞ്ചര ഇതിരിക്കുന്ന കൊലപാതകം ചെയ്ത തീവ്രവാദിയാണ്. അയ്യോ ആശം തെറ്റിക്കേട്ടതാ. 14 കൊലപാതകം ചെയ്ത തീവ്രവാദി എതിർത്തയാളാ ഞാൻ. ഗ്യാസുകാരൻ, പോസ്റ്റ്മാൻ, വേദനിപ്പിക്കാതെ കൊല്ലും. കൊല്ലൂല എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നതിനേക്കാളും നല്ലതല്ലേ കൊല്ലെന്ന് പറഞ്ഞിട്ട് കൊല്ലാതിരിക്കുന്നത്. എടാ കുടുംബം കലക്കി ഇവൻ ഒറ്റ ഒഴുത്തിനാ നിനക്ക് കാരണം. എവിടാ ഞാൻ നിന്ന കാശ്? ചെലവായി പോയി. 14,000 രൂപ ബാങ്കിലുണ്ട്. ബാക്കി ചെലവായി പോയി. നമ്മളൊക്കെ ചെറുപ്പമല്ലേ, ധാരാളം ചെലവ് കാണൂല്ലേ. നമുക്ക് ഇവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാം. പെട്രോൾ നമുക്ക് നമ്മുടെ ബസ് കയറ്റി കൊന്നുകളെ എന്താ വേണ്ട, ഞാൻ കൊടുക്കും. അമ്പലത്തിൽ പോയി കതിന കൊണ്ടുവരെ ഇവരുടെ ദേഹത്ത് കെട്ടി വെച്ച് പടപട പൊട്ടിക്കാം. അല്ല, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ജീവനോടെ ഇരുന്നാലേ ബാങ്കിൽ ചെന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ. സോറി. എന്നാ ആദ്യം ഇവനെ കൊണ്ട് കാശ് വിഡ്രോയിപ്പിക്കുക. അതിനുശേഷം ഇവന്മാരെ വേദനിപ്പിക്കാതെ കൊല്ലുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. സുധാകര, താൻ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ഹൃദയകുമാരി അവിടെ വിഷമിച്ചിരിക്കായിരിക്കും. പോയിക്കോ.